അനീതികൾക്കെതിരെ പോരാടുന്ന ഒരു പോലീസ് ഓഫീസർ കഥയാണ് ഈ സിനിമ. അതൊക്കെ ഭയങ്കര ക്ലീശയല്ലേ? അങ്ങനെയെങ്കിലും ഇതിൽ കുറച്ച് പ്രേതങ്ങളും ദൈവങ്ങളൊക്കെ ഇടാം ഒരു വെറൈറ്റിക്ക്. അത് മാത്രമല്ല നായകന് വെറൈറ്റി അടിക്കാൻ വേണ്ടി ഒരു അവരാധം അല്ല അവതാരം തന്നെയാണ് സിനിമയിൽ എടുത്തു വെച്ചിരിക്കുന്നത്. അങ്ങനെ നമുക്ക് ഇന്ത്യയിലെ തന്നെ ബെസ്റ്റ് സൂപ്പർ നാച്ചുറൽ പോലീസ് പടം നോക്കാം, ദ ഭീമ. സിനിമയുടെ കഥ തുടങ്ങുന്നത് തന്നെ രണ്ട് സഹോദരന്മാർ എന്തോ മിഠായി കേസിന് അടിയുണ്ടാക്കുന്ന തൊട്ടാണ്. ഇതിലെ മൂത്ത സഹോദരനെ ആണെങ്കിൽ വീട്ടുകാർക്ക് പോലും ഇഷ്ടമല്ല, കാരണം അവൻ ഇച്ചിരി കുസൃതി കൂടുതലാണ്. ഈ ഭീമയെ എനിക്ക് തരുമോ? ഞാൻ വളർത്തിക്കോളാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾ ചെയ്തോളൂ. ഇന്ന് തന്നെ ഞാൻ അവനെ പിണ്ടം വെക്കുക. അങ്ങനെ പിന്നെ ഭീമ പോലീസാവും, മറ്റവൻ അമ്പലത്തിലെ പൂജാരിയാകും. പിന്നെ അടുത്ത സീനിൽ കാണിക്കുന്നത് ഗുണ്ടകളൊക്കെ അടക്കി വരുന്ന ഒരു കൊച്ചു ഗ്രാമമാണ്. അങ്ങനെ ഗ്രാമത്തിലെ പൂജാരികൾക്ക് പറഞ്ഞുകൊണ്ടിരിക്കും ശിവന്റെ അവതാരം വന്നിട്ട് ഈ നാട്ടിലെ ജനങ്ങളെയൊക്കെ രക്ഷിക്കുമെന്നൊക്കെ. അപ്പോഴാണ് നമ്മുടെ നായകൻ പോലീസ് ഭീമയുടെ ഇൻട്രോ. എല്ലാവരും മാസ് കാണിക്കാൻ വേണ്ടി കാറിൽ റോഡ് ഹോൾഡറൊക്കെയാണ് വരുന്നത്. എന്നാൽ ഇവിടെ ഭീമ കാളിയുടെ പുറത്താണ് മാസ് എൻട്രി അടിച്ച് വന്നിരിക്കുന്നത്. എന്തരടേ ഇത്? ആക്കിയിട്ടോണ്ട് രാവിലെ തെണ്ട ഇറങ്ങിയിരിക്കുന്ന തോന്നുന്നേ. എടാ ചക്കരെ ചില്ലർ എന്തെങ്കിലും കൊടുത്തു വിടറാ. വന്ന വരവിൽ ഇതിന് ഊക്ക് കിട്ടിയല്ലോ. അതിനിത്ര ഞെട്ടാൻ എന്തിരിക്കുന്നു? കാക്കിയുടെ കൂടെ ഹാൻഡ്ഫോക്ക് ഇട്ട് വരുന്നത് പോലീസ് പിന്നെ ഫയർഫോഴ്സ് ആണോ? ഈ ഡയലോഗ് എങ്ങനെ ഇരുന്നാ തോന്നുന്നടി? അങ്ങനെ ചിന്തിച്ചിരിക്കുന്ന സമയത്താണ് ഈ ഡയലോഗ് ഞാൻ കേൾക്കുന്നത്. ഇതൊരു സിപ്പ് പോലും തുറന്നിട്ടില്ല. എന്റെ ബാഗിന്റെ പറഞ്ഞു. നിങ്ങൾ വേറെ എന്താ വിചാരിച്ചല്ലേ? കുറുമ്പൻ. ഇനി കുറച്ചു നേരം ഇയാളുടെ ക്യൂട്ട്നെസ് കാണിക്കും. അതിനിടയ്ക്ക് വന്നവനാണെങ്കിൽ ചായ സൽക്കാരും. സ്റ്റേഷനിൽ ഒന്ന് ഭീമയുണ്ടെങ്കിൽ വീണ്ടും അവിടെ ക്യൂട്ട്നെസ് ഇട്ട് മെഴുകും. ആ കൊട്ട് അതാവുമ്പോ കുറച്ചു നേരത്തേക്ക് അവന്റെ വായ അടച്ചു വെക്കുമല്ലോ. എന്തൊക്കെ പറഞ്ഞാലും പുള്ളി ഭയങ്കര നന്മയോളിയാണ്. ഒരു ദിവസം ഒരു പയ്യനാണെങ്കിൽ സ്കൂളിലൊന്നും പോകാൻ പറ്റില്ല, ചായ വിറ്റ് ബാലവില ചെയ്ത് ജീവിക്കുന്ന ഇങ്ങനെ കാണും. അപ്പോഴേക്ക് ഇയാൾ ആ പയ്യനെ കെട്ടിപ്പിടിച്ച് കണ്ണൊക്കെ തെറിച്ചിട്ട് പോയി ബാക്കി ചായ വിറ്റോന്ന് പറയും. കൈൻഡ്നെസ് ആണ് പുള്ളി ഉദ്ദേശിച്ചെന്ന് തോന്നുന്നു. തുറന്നു നോക്കടാ, ചായ എടുക്കാനുള്ള പുതിയ ഗ്ലാസ് വല്ലതും ആയിരിക്കും. അത് കഴിഞ്ഞുള്ള സീനിൽ ഹീറോയിന്റെ ഇൻട്രോ ആണ് കാണിക്കുന്നത്. അപ്പോഴാണ് ഇവന്റെ ശരിക്കുള്ള സ്വഭാവം മനസ്സിലാകുന്നത്. ബ്രോയിസ് ബിക്കേം നെയ്യാറ്റിക്കര ഗോപൻ. പക്ഷെ ആദ്യം എനിക്കൊരു ബോഡി ഗാർഡിന് വേണം. നിങ്ങളുടെ ബോഡിക്ക് ഗാർഡ് വേണോ? ഇത് അവതാരമല്ല, തനി അപരാധം. ഇവനെ കണ്ടൊരു സിനിമയിലെ പെണ്ണുങ്ങളെല്ലാം കൂടി പിന്നെ ഇങ്ങനെയാകും. പക്ഷെ അവൻ വായ തുറന്നാൽ തീർന്ന്. അങ്ങനെ എന്നിട്ട് ഒരു പാട്ട് സീനൊക്കെ കഴിയുമ്പോഴാണ് നായകൻ നായിക ഇഷ്ടത്തിലാകുന്നത്. അങ്ങനെ കുറച്ച് റൊമാൻറ്റിക് സീനൊക്കെ അവിടെ നടന്നു. പിന്നെ കുറച്ച് ആക്ഷൻ ആണ്. നായകനെ കൊല്ലാൻ വേണ്ടി മെയിൻ വില്ലൻ കുറെ ഗുണ്ടകളെ കടലിൽ നിറക്കും. കടലിൽ നിന്ന് ഇറക്കിയ ഗുണ്ടകളെ നായകൻ കടത്തിരുത്തിട്ട് അടിക്കും. അപ്പോഴാണ് അവരുടെ മാസ്റ്റർ പീസ് പ്ലാൻ പുറത്തിറക്കുന്നത്. അങ്ങനെ അടുത്ത ചൂണ്ട എറിയുന്നതിന് മുമ്പായിട്ട് യുവമാർ വശത്ത് കുത്തിട്ട് എറിയും. ഇത് നേരത്തെ അങ്ങ് ചെയ്താൽ പോരായിരുന്നോ? എന്നിട്ട് ശക്തനായ നായകനെ കടൽ ഗുണ്ടകൾ പിടിച്ച് കടലിലെറിയും. ഇവിടെ കൊണ്ടല്ലേ അവസാനിച്ച് ഇനി അവരതുങ്ങളൊന്നും കാണില്ലെന്ന് കരുതിയിരിക്കുമ്പോഴാണ് വീണ്ടും നായകൻ എഴുന്നേറ്റ് വന്നിരിക്കുന്നു. നീ കടൽ വെള്ളത്തിൽ വീണത് കൊണ്ട് മാത്രം വിഷം പടരാതെ അതിന്റെ വീര്യം കുറഞ്ഞു. നായകനെ കൊല്ലാൻ വേണ്ടി വിഷം തെച്ച് കടലിലേക്ക് എറിയുന്നു. എന്നിട്ട് കടലിലെറിഞ്ഞ് രക്ഷിക്കുന്നു. അടുത്ത കാണിക്കുന്ന ഈ സിനിമയിലെ മെയിൻ വില്ലൻ കുട്ടികളെ തട്ടിക്കൊണ്ട് പോകുന്നതാണ്. അത് എന്തിനാണെന്നറിയോ? ഇമ്മോർട്ടാലിറ്റി അഥവാ മരിക്കാതിരിക്കാനുള്ള മരുന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ഈ മരുന്നിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് ഈ കിടന്നിളങ്ങാൻ ചെടിയാണ്. എന്നിട്ട് നായകനാണെങ്കിൽ ഈ മരുന്ന് ടെസ്റ്റ് ചെയ്യുന്ന സ്ഥലത്ത് പോയിട്ട് വില്ലന്മാർ അടികൊണ്ട് മരിക്കും. അതുവരെ നോർമൽ അവരത് കാണിച്ചുകൊണ്ടിരുന്ന സിനിമ എക്സ്ട്രീം അവരതമാകും. മരിച്ച ഭീമയുടെ പ്രേതം എങ്ങനെയൊക്കെയോ പോയിട്ട് ആദ്യം പറഞ്ഞ നായകൻ അനിയന്റെ ദേഹത്തേക്ക് കയറും. ആഹാ, പ്രേതം വരെ പോലീസ് ഉണവുകളാണ് വരുന്നത്. നല്ല ഡെഡിക്കേഷനുള്ള പോലീസുകാരനായിരുന്നു. അപ്പോഴാണ് നമ്മൾ ഈ സിനിമയിലെ വില്ലന്റെ സൂപ്പർ ബോയ്സ് ഒക്കെ കാണുന്നത്. അങ്ങനെ കുറെ വിയറുള്ള പവീസൊക്കെ ഉപയോഗിച്ചിട്ട് വക്കാണ്ടിലെ ഷീലൊക്കെ വെച്ചിട്ട് വില്ലൻ അനിയനെ കൊല്ലുമെന്ന സ്ഥിതി വരുത്തു. അങ്ങനെ നായകൻ അനിയനെ രക്ഷിക്കാനായിട്ട് ശിവൻ പരശുരാമനെ നൈസായിട്ട് ഇറക്കും. ഇതൊക്കെ എവിടുന്ന് വരുന്നത് ആർക്കറിയാം? കുറച്ചുകൂടി കഴിഞ്ഞായിരുന്നെങ്കിൽ ഇവന്മാരടുത്ത് കൽക്കി 298 എടുത്ത് വെച്ചാൽ അതിനകത്ത്. അങ്ങനെ പരശുരാമന്റെ പവറൊക്കെ എടുത്ത് പണ്ട് പരശുരാമ എറിഞ്ഞ മഴ എവിടത്തേക്കൊക്കെയോ പൊക്കി പിടിച്ചോണ്ട് വരും. എന്നിട്ട് കുറച്ച് വെള്ള സാരി എടുത്ത് VFX പ്രേതങ്ങളായിട്ട് വന്ന് വില്ലനെ കൊല്ലും. പടം കഴിഞ്ഞു. വീഡിയോ ഇഷ്ടമായി നമ്മുടെ ചാനൽ ബാക്കി വീഡിയോസ് ബെഡേമിയൻ ചോട്ടമേ വർഷങ്ങൾക്ക് ശേഷം ആരവനെ 4 കേരള സ്റ്റോറി ആര്യൻ 2 കൽക്കി തുടങ്ങിയ വീഡിയോസും കാണാൻ മറക്കല്ലേ.